നിങ്ങളുടെ സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ആവുന്നത് എങ്ങനെയാണ്? ഒരു ട്രേഡ് എടുത്തു, അത് കൃത്യമായിട്ട് മുകളിലേക്ക് പോകും എന്ന് കരുതിയിരിക്കുമ്പോൾ മാർക്കറ്റ് വെറുതെ ഒന്ന് താഴേക്ക് വന്ന് നമ്മുടെ സ്റ്റോപ്പ് ലോസ് മാത്രം തട്ടിയിട്ട് വീണ്ടും നമ്മൾ വിചാരിച്ച ദിശയിലേക്ക് കുതിച്ചു കയറി പോകുന്നത് നിങ്ങൾ പലപ്പോഴും കണ്ടിരിക്കും. ഇതിനെ പല ട്രേഡർമാരും സ്റ്റോപ്പ് ലോസ് ഹണ്ടിങ് എന്നൊക്കെയാണ് പറയാറ്. പക്ഷെ ഇതിന്റെ പിന്നിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാരണം, നിങ്ങൾ മാത്രമല്ല റീറ്റെയിൽ ട്രേഡർമാരിൽ ഭൂരിഭാഗം പേരും നേരിടുന്ന ഒരു വലിയ ഒരു പ്രശ്നം തന്നെയാണിത്. നമ്മൾ എപ്പോഴും ഡിസ്കസ് ചെയ്യുകയും പറയുകയും ഒക്കെ ചെയ്യുന്ന ഒരു കാര്യമാണ് സ്റ്റോപ്പ് ലോസ് ഇല്ലാതെ ട്രേഡ് ചെയ്യരുത് എന്ന്. സ്റ്റോപ്പ് ലോസ് ഇല്ലാതെ ട്രേഡ് ചെയ്യുക എന്ന് പറഞ്ഞത് വീഴുന്ന ഒരു കത്തി കൈകൊണ്ട് പിടിക്കാൻ ശ്രമിക്കുന്ന അതേ അവസ്ഥയിൽ തന്നെയാണ്. നമുക്ക് അറിയില്ല എവിടെയാണ് അല്ലെങ്കിൽ എത്രത്തോളമാണ് നമ്മളുടെ ആ ഒരു മാർക്കറ്റ് ഫോള് ഉണ്ടാവാൻ പോകുന്നത്, അല്ലെങ്കിൽ എവിടെയാണ് ആ ഒരു റിജക്ഷൻ വരാൻ പോകുന്നത് എന്ന്. ആ ഒരു സാഹചര്യങ്ങൾ കണക്കിലെടുത്ത് നമ്മുടെ റിസ്കിനെ ലിമിറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള അല്ലെങ്കിൽ ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള ടൂളാണ് സ്റ്റോപ്പ് ലോസ്. അപ്പോൾ ആ ഒരു സ്റ്റോപ്പ് ലോസിനെ ഹനിക്കുന്ന അല്ലെങ്കിൽ ആ ഒരു സ്റ്റോപ്പ് ലോസിനെ ഏറ്റവും കൂടുതൽ വേട്ടയാടുന്ന ഒരു പ്രോബ്ലമാണ് ഈ സ്റ്റോപ്പ് ലോസ് ഹണ്ടിങ് എന്ന് നമ്മൾ വിളിക്കുന്ന ആ ഒരു പ്രോബ്ലം. ഇതിന്റെ ഒരു പ്രധാന കാരണം മാർക്കറ്റിലെ ആ ഒരു വലിയ ചിത്രം കാണാതെ 1 മിനിറ്റ് അല്ലെങ്കിൽ 5 മിനിറ്റ് പോലെയുള്ള ചെറിയ ടൈം ഫ്രെയിമുകളിൽ മാത്രം ശ്രദ്ധിക്കുന്നതാണ്. പ്രൊഫഷണൽ ട്രേഡർമാർ വലിയ ടൈം ഫ്രെയിമിലെ ട്രെൻഡ് നോക്കി ചെറിയ ടൈം ഫ്രെയിമിൽ എങ്ങനെയാണ് മികച്ച എൻട്രികൾ എടുക്കുന്നത്, അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള സ്റ്റോപ്പ് ലോസ് ഹണ്ടിങ്ങിൽ വീഴാതെ രക്ഷപ്പെടുന്നത് എന്ന ഈ ഒരൊറ്റ ശരിയായ രീതി പഠിച്ചാൽ നിങ്ങളുടെ ട്രേഡിംഗിൽ വിജയ സാധ്യത നിങ്ങൾക്ക് കൂട്ടാൻ കഴിയും.